പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിലെ ആദ്യ ബി.ജെ.പി. സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷികളാകും. സത്യപ്രതിജ്ഞ നടക്കുന്ന കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാളെ ബി.ജെ.പിയുടെ സത്യപ്രതിജ്ഞ, സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്ന കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനത്തിന് തൊട്ടുമുന്നിലാണ്. ഇപ്പോഴിവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. SPGയുടെ കർശനമായ സുരക്ഷയാണ് പ്രധാനമന്ത്രി വരുന്നതിന് മുൻപ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പണികൾ നടക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. നാളെയാണ് ബി.ജെ.പിയുടെ ആദ്യത്തെ സർക്കാർ ബംഗാളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. സുവേന്ദു അധികാരി അടക്കമുള്ള പ്രമുഖർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരീക്ഷകനായി ഇവിടെ എത്തിയിട്ടുള്ളതും. ഇന്ന് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരും. യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ബ്രിഗേഡ് മൈതാനിയിൽ ഇവിടെ നാളെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വരുന്ന ഏതാണ്ട് 20-ലധികം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം വരുന്ന ആ വലിയ പരിപാടിക്ക്, ചരിത്ര സംഭവത്തിന് വേണ്ടിയുള്ള വേദി തയ്യാറാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ദൃശ്യം, ആ വഴിയായിരിക്കും ആളുകളെ കടത്തിവിടുന്നത്. പരിശോധനയ്ക്ക് ശേഷം ഈ കാണുന്ന വഴിയിലൂടെ പ്രവർത്തകരെ, ബി.ജെ.പി. പ്രവർത്തകരെ കടത്തിവിടും. ഇവിടെ ആയിരക്കണക്കിന്, 10,000-ത്തിന് മുകളിലേക്ക് 10,000-കണക്കിന് പ്രവർത്തകർക്കിരുന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഈ കാണുന്ന ബ്രിഗേഡ് മൈതാൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളെയാണ് ഇവിടെ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. 34 വർഷത്തോളം CPIM ഭരിച്ച, പിന്നീട് 15 വർഷത്തോളം മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിലിരുന്ന പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരം പിടിച്ചു വാങ്ങിയിരിക്കുന്നു. അതും പടുകൂറ്റൻ വിജയം, 200-ലധികം സീറ്റുകളുടെ വിജയമാണ് ബി.ജെ.പി. പശ്ചിമ ബംഗാളിൽ നേടിയിട്ടുള്ളത്. ആ ചരിത്ര സംഭവം അത് നാളെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ദിവസം തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ ബംഗാളി ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രധാനപ്പെട്ട, അവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയായ വ്യക്തിത്വമാണ്. ഈ രാജ്യം ആദരിക്കുന്ന മഹാകവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിക്കണക്കിലെടുത്ത ആ ഒരു ദിവസം, വിശേഷപ്പെട്ട ദിവസമാണ് സത്യപ്രതിജ്ഞയ്ക്കായി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. പടുകൂറ്റൻ വിജയത്തിനൊടുവിൽ ബി.ജെ.പി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്ന ആ ഒരു സ്ഥലം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. നാളെ ഇവിടെ നിന്നും തത്സമയം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം കൊൽക്കത്തയിൽ നിന്നും എസ് ശ്രീകാന്ത്, ജനം.